ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. Hey guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബേക്കിംഗ് സീരീസിലെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് കുക്കീസ് അല്ലെ, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ്. നമ്മൾ കുക്കി ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കുക്കി, ചോക്ലേറ്റ് കുക്കി, ചോക്കോ ചിപ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന കുക്കീസ്, ബേസിക് കുക്കീസ്. ഞാൻ തന്നെ വാനില ഷുഗർ കുക്കി റെസിപ്പി ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. അപ്പൊ ഒരു കുക്കി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങള് ബേസിക് അല്ല, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ഒരു ബിസിനസ് നടത്താനോ ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം വേണ്ടത് ഒരു കുക്കി ഷീറ്റ് ആണ്. ഇമാതിരി ഒരു കുക്കി ഷീറ്റ്. ഇത് എന്റെ കയ്യിലുള്ളത് കൺവെക്ഷൻ ഓവനിലുള്ള കുക്കി ഷീറ്റ് ആണ്. ഇതിലിപ്പോ ഏകദേശം ഒരു 10-16 കുക്കീസേ നമുക്ക് അറ്റ് എ ടൈം ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ പ്രാവശ്യം ഷീറ്റ് മാറ്റേണ്ടി വരും. കാരണം നമുക്ക് കൺവെക്ഷൻ ഓവനില് ലിമിറ്റേഷൻസ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഞാൻ ഓൾറെഡി കൺവെക്ഷൻ ഓവൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ ബെനിഫിറ്റ്സും അതിന്റെ ലിമിറ്റേഷൻസും എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അല്ല, നോർമൽ OTG ആണെങ്കിൽ ഒരു സ്ക്വയർ റെക്ടാംഗുലറോ സ്ക്വയറോ ആയിട്ടുള്ള പാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുക്കി ഷീറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, അത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ സൈഡ് യൂസ് ചെയ്യാറില്ല, കാരണം അതിൽ വളവുകളുണ്ട്. അതുകൊണ്ട് ആ ഡിസൈൻ നമുക്ക് നമ്മുടെ കുക്കിയിൽ വരാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ ഈ സൈഡ് മാത്രമേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ ഇത് നമുക്ക് കൺവെക്ഷൻ ഓവനിൽ കൂടെ തന്നെ വരുന്ന കുക്കി ഷീറ്റാണ്. ഇത് നമുക്ക് പിസ്സ ഷീറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതല്ലെങ്കിൽ, ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, കേക്ക് പാൻ വാങ്ങിയിട്ട് കേക്ക് പാനിന്റെ ബാക്ക് വശത്ത് നമുക്ക് കുക്കി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ഥലം കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. നമുക്ക് ഏകദേശം ഒരു 5-6 കുക്കീസ് ഒക്കെ അറ്റ് എ ടൈം ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഇതൊരു കേക്ക് പാൻ ആണ്. ഇത് വലിയ കേക്ക് പാൻ ആണ് കേട്ടോ, 10 ഇഞ്ചിന്റെ കേക്ക് പാൻ ആണ്. ഏകദേശം അറ്റ് എ ടൈം ഒരു 3 കിലോ 4 കിലോ കേക്ക് ഒക്കെ നമുക്ക് ഇതിലേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു പാനിൽ മാത്രം. ഇതിന്റെ ബാക്ക് വശത്ത് നമുക്ക് കുക്കീസ് ബേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതിനും പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ഒരു 5-6 കുക്കീസ് അറ്റ് എ ടൈം ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്ഥലം നോക്കിയിട്ട് എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് വലുതായി കഴിഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് വെക്കുന്നതെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കുക്കി ഷീറ്റിന്റെ കാര്യം മനസ്സിലായില്ലേ. പിന്നെ നമുക്ക് വേണ്ടത് റോളിംഗ് പിന്നാണ്. നമുക്ക് ചില കുക്കീസ് പരത്തി എടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു റോളിംഗ് പിൻ വേണം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ റോളിംഗ് പിന്നാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബേക്കിംഗ് ഫോർ ബിഗിനേഴ്സ് എന്നുള്ള വീഡിയോയില് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കണ്ടില്ലേ, നടുവിലും ഇത് റൊട്ടേറ്റ് ചെയ്യും. ഇതില്ലെങ്കിൽ നമ്മുടെ സാധാരണ ചപ്പാത്തി വരുത്തുന്ന കൊല്ലില്ലേ, അതായാലും മതി. അപ്പൊ ചില കുക്കി നമുക്ക് പരത്തിയിട്ട് ഒരു മോൾഡ് ഉണ്ടോ വല്ലതും കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് റോളിംഗ് പിൻ ആവശ്യമാണെന്ന് പറഞ്ഞത്. നമ്മളിപ്പോ സപ്പോസ് ഒരു കുക്കി ബാറ്റർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ബീറ്റർ ഇല്ല, ഹാൻഡ് ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് ഒരു വിസ്ക് കൊണ്ട് ഇളക്കാൻ പറ്റും. ഈ കൈയിന്റെ പണി മാത്രമേ ഒരു വിസ്കും ഒരു സ്പാച്ചുല ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി ഒരു കുക്കി ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ പണി വെച്ചാൽ നല്ല എക്സസൈസ് ആണ്, ചിലപ്പോൾ കൈ കടയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചില സമയത്തെല്ലാം കുക്കി ഉണ്ടാക്കുന്ന സമയത്ത് ഹാൻഡ് ബീറ്റർ എടുക്കുന്നത്. പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങള് നമ്മുടെ മെഷർമെന്റ് കപ്സ്, മെഷർമെന്റ് സ്പൂൺസ്, ഇതെല്ലാം ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് ഫോർ ബിഗിനേഴ്സ് എന്നുള്ള വീഡിയോയില്. ഇതെല്ലാ ബേക്കിങ്ങിനും നമുക്ക് ആവശ്യമാണ് കേട്ടോ. മെഷർമെന്റ് കപ്സ് ആവശ്യമാണ്. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ഹാൻഡ് ബീറ്റർ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹാൻഡ് ബീറ്റർ വാങ്ങാം. ഇത് കുറച്ചുകൂടെ ആ വിസ്കിനെക്കാട്ടിലും കുറച്ചുകൂടെ പണി എളുപ്പമായിരിക്കും ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ അല്ലാതെയുള്ള ബീറ്റർ, വലിയ ബീറ്റർ ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. ഒരു 3,000-4,000 റുപ്പീസ് വരെയൊക്കെ ബെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ലൊരു ഹാൻഡ് ബീറ്റർ വാങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചില കുക്കീസ് നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പൂവായിട്ട് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പില്, സ്ക്വയർ ഷേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കട്ടേഴ്സ് വേണം, കുക്കി കട്ടേഴ്സ് വേണം. അങ്ങനെയുള്ള കുക്കി കട്ടേഴ്സ് എൻ്റെ കയ്യിൽ കുറച്ചെണ്ണം ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് വെച്ചാലേ നിങ്ങൾക്ക് വൃത്തിയായി കാണുള്ളൂ. അപ്പൊ ക്ലീൻ ചെയ്തിട്ട് കുക്കി കട്ടേഴ്സ് എന്തൊക്കെ എന്റെ കയ്യിലുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. ഇത് മാത്രമല്ല, നിറയെ കട്ടേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷന്, ബർത്ത്ഡേ പാർട്ടിക്കോ ആ തീം ബേസിസ്ഡ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കുക്കി കട്ടേഴ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. ആ ഷേപ്പിൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക പറ്റും. ഇതൊക്കെ കണ്ടില്ലേ, ഇത് വലിയ റൗണ്ടിലുള്ള കുക്കി കട്ടറാണ്. അതിന്റെ ചെറുതും പല സൈസിലും ഷേപ്പിലും നമുക്ക് അവൈലബിൾ ആണ്. ചെറുത് തൊട്ട് വലുത് വരെ ഉണ്ട്. വലിയ കുക്കീസ് വരെ ഉണ്ടാക്കാൻ പറ്റും. ജിഞ്ചർ ബ്രെഡ് കുക്കീസ്, ജിഞ്ചർ മാൻ കുക്കീസ്,
അതേമാതിരി നമുക്ക് സപ്പോസ് ഒരു ഡോ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ നന്നായി ഒന്ന് പരത്തിയിട്ട് ഒരു കണ്ടില്ലേ ഇത്ര ഈസി ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ എടുത്തിട്ട് അങ്ങനെ കുക്കി ഷീറ്റിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാണ്. ഇതിന്റെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി പല സൈസിലും ഷേപ്പിലും നമുക്ക് അവൈലബിൾ ആണ്. കണ്ടില്ലേ ഇത് ഡിഫറെന്റ് റൗണ്ടിൽ തന്നെ പല സൈസസിൽ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ നോക്കൂ, രണ്ട് സൈഡും രണ്ട് ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് പ്ലെയിനും ഈ സൈഡ് ചെറിയ ഒരു പൂവിന്റെ മാതിരിയുള്ള ഡിസൈൻ ഉണ്ട്. അല്ലാതെ എന്റെ കയ്യിൽ സ്ക്വയർ ഉണ്ട്, ശരിക്കും ഉള്ള പൂവിന്റെ ഷേപ്പിലുള്ള മോൾഡ് ഉണ്ട്. കണ്ടില്ലേ ശരിക്കും പൂവാണിത്. ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇതേ ഷേപ്പിൽ നമുക്ക് വരും. ഇത് സ്ക്വയറിൽ നോക്കൂ, രണ്ട് സൈഡും രണ്ട് ഡിസൈൻ ആണ്. ഈ സൈഡ് വേറെ ഡിസൈൻ, ഈ സൈഡ് പ്ലെയിൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഷേപ്സും സൈസിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ തന്നെ കണ്ടില്ലേ ചെറുതും വലുതും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതല്ലാതെ നമുക്ക് അലുമിനിയത്തിലും അവൈലബിൾ ആണ്. ഇത് ഞാൻ ആദ്യം കാണിച്ചത് പ്ലാസ്റ്റിക്കിലുള്ളതാണ്, ഇത് അലുമിനിയം ആണ്. റൗണ്ടിലും ഹാർട്ട് ഷേപ്പിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, ഇല്ലെങ്കിൽ ബേക്കിംഗ് ഷോപ്പിലോ സൂപ്പർ മാർക്കറ്റ്സിലോ ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതൊരു ടൈപ്പ് ഓഫ് കുക്കി. ഇതല്ലാതെ ചില കുക്കീസ് ഡ്രോപ്പ് ഔട്ട് കുക്കീസ് ഉണ്ട്. അത് ജസ്റ്റ് നമ്മൾ ബാറ്റർ സ്പൂൺ കൊണ്ട് കോരിയിട്ട് നമ്മൾ കേക്ക് പാനിലോട്ട് ഇടും. അത് തന്നെ അതിൻ്റെതായ രീതിയിൽ അത് ബേക്ക് ആയിട്ട് വരും, ആ ഷേപ്പിൽ തന്നെ പരന്നിട്ട് വരും. അങ്ങനെ ചെയ്യുന്ന കുക്കീസിനെയാണ് ഡ്രോപ്പ് ഔട്ട് കുക്കീസ് എന്ന് പറയുന്നത്. അത് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കുക്കി സ്കൂപ്പ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഐസ്ക്രീം സ്കൂപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്പൂൺ കൊണ്ട് എടുത്ത് 2 സ്പൂൺ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണതിനെക്കാട്ടിലും ഈ കുക്കി സ്കൂപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ സ്കൂപ്പ് ചെയ്യുക, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിലൊരു സ്പ്രിങ് ആക്ഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഡോ വീണോളും. പിന്നെ നമുക്ക് ജസ്റ്റ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ചില കുക്കീസ് കണ്ടില്ലേ, നമ്മള് ക്രീം ബിസ്ക്കറ്റ്സ് മാതിരിയുള്ള കുക്കീസ്, ഉള്ളില് ക്രീമൊക്കെ ആയിട്ടുള്ള കുക്കീസ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു നോസിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ നോസിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ ഒരു പൈപ്പിംഗ് ബാഗിലോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ക്രീം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബേസിക് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള നോസിൽ നമുക്ക് വേണം. ഇതിന്റെ തന്നെ പല സൈസിലും ഡിസൈൻസിലും ഷേപ്സിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ വലുതും ചെറുതും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു ബേസിക് ഒരു കുക്കി നോസിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു നോസിൽ ഉണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള സാൻഡ്വിച്ച് കുക്കീസും ക്രീം കുക്കീസും ഓറിയോ മാതിരിയും ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമുക്കൊരു കുക്കി, ഒരു ബേസിക് ആയിട്ട് ഒരു കുറച്ച് കുക്കികൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വേണ്ട സാധനങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.